ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ രാവിലെ 4 മണിയായി. ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂർ പൂക്കോട്ടുംപാടത്താട്ടോ. അപ്പോൾ ഇവിടുന്ന് വട പറയുകയാണ്. ലാസ്റ്റ് ഒരു 1.5 മാസമായിട്ട് ഞാൻ ഇവിടെയായിരുന്നു. നമ്മളെ ഫ്രണ്ട് വിഷ്ണുവിൻ്റെ കല്യാണത്തിന് വന്നതിന് ശേഷം ഞാൻ ഈ ഭാഗമാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി മൈസൂർ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. മൈസൂർ പോയിട്ട് അവിടുന്ന് ബാംഗ്ലൂർ, പിന്നെ അവിടുന്ന് ഹൈദരാബാദ് പിടിച്ച് നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് കിടക്കാനുണ്ടോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ്, അങ്ങനെ നല്ല നല്ല കുറേ മെമ്മറീസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എന്നെ ഇത്രയും നാളും എന്താ പറയുക, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളായിട്ട് എന്നെ കണക്ക് കൂട്ടിയിട്ട് എന്നെ അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാളെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും വിഷ്ണുവിൻ്റെ എല്ലാ ഫ്രണ്ട്സും അതുപോലെ എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഈ ഒരു സ്ഥലം ഞാൻ ഒരിക്കലും എന്തായാലും മറക്കൂല കേട്ടോ. കാരണം അതുപോലെ ഞാൻ സ്വന്തം വീട് പോലെ തന്നെ ഇവിടെ കുറേ കാലമായിട്ട് ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള ഫുള്ള് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടുന്ന് വിട പറയാണ്. എന്തായാലും ഒരു 1.5-2 മാസം ഈ വീട്ടിലായിരുന്നു. നമ്മൾ ഇറങ്ങിയേട്ടാ. കുറച്ച് സങ്കടമുണ്ട്. കാരണം വെച്ചാൽ കുറേ നാളായിട്ട് ഇവിടെ തന്നെ ആയതുകൊണ്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു പോയിട്ടുണ്ട്. അത് എന്താ ചെയ്യാ, നമ്മൾ ഈ കറക്കത്തിന് അറ്റാച്ച്മെന്റ് വലിയ നല്ലതല്ല. എന്നാലും സാറില്ല, അതെന്തായാലും വന്നു പോവും. ആദ്യം നമുക്ക് കുറച്ച് ഡീസൽ അടിക്കണം കേട്ടോ. ഡീസൽ ഇല്ല. അപ്പോൾ കുറച്ച് ഡീസൽ അടിച്ചിട്ട് നേരെ കൂടല്ലൂർ പിടിക്കാം. അങ്ങനെ എണ്ണയെല്ലാം അടിച്ചിട്ട് ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നേരെ നമുക്ക് ബോർഡർ പിടിക്കണം. ഒരു 6 മണിയാകുമ്പോൾ ചെക്ക് പോസ്റ്റ് തുറക്കും കേട്ടോ. 6 മണിക്ക് അവിടെ എത്തിയാൽ മതി. അപ്പോൾ ഏകദേശം 6 മണിയാകുമ്പോൾ അവിടെ എത്തുമല്ലോ. ആ ഒരു ലെവലാണ് ഞാനും പോകുന്നത്. എന്തായാലും എന്തോ ഒരു ചെറിയ സങ്കടം ഉണ്ട് ഇവിടുന്ന് പോകുന്നതിൽ. എന്താണെന്നറിയില്ല, കുറച്ച് നാടുമായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ അടുത്തുപോയി. ആ ഒരു ലെവലിലാണ് ഉള്ളത്. കുഴപ്പമില്ല, റെഡിയാക്കാം. വിഷ്ണുവിൻ്റെ ഫാമിലിക്കും ഒരുപാട് 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 താങ്ക്സ് കേട്ടോ. എനിക്ക് നിൽക്കാൻ ഒരു വീട് അങ്ങനെ തന്നെ തന്നു, ഫുഡ് കാര്യങ്ങളൊക്കെ തന്നു. എന്തായാലും എല്ലാവരോടും ഒരുപാട് നന്ദി. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പൂക്കോട്ടുംപാടം എന്ന് പറഞ്ഞൊരു നാട്, TK കോളനിയും കുറച്ച് എന്താ പറയുക, കുറച്ച് നല്ല നല്ല മെമ്മറീസാണ് കൂടുതലും. നമ്മൾ നാട് കാണി ചുരം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ആനേനൊന്നും കണ്ടില്ല. സാധാരണ താഴെ ആന ഉണ്ടാകുന്നതാണ്, ആനേനൊന്നും കണ്ടില്ല. എന്തായാലും പോയി നോക്കാം, ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ കാണും. അന്നൊരു ആനേനെ കാണാൻ വേണ്ടി നമ്മൾ ഇടം വരെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആനേനെ കണ്ടില്ല. പിന്നെ ഊട്ടി പോയിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് 2 ആനേനെ കണ്ടു. സാധാരണ ഉണ്ടാകാറുണ്ട്. നമ്മള് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടോ. ഇനി ഗൂഡല്ലൂർ പോയിട്ട് ഗൂഡല്ലൂരിൽ നിന്ന് പിന്നെ അടുത്ത ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊരു 6 മണിയാകുമ്പോൾ തുറക്കും. അന്നത്തേക്ക് നമ്മൾ എത്തുള്ളൂ. എന്തായാലും പോയി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ കഴിഞ്ഞിട്ടോ. ഗൂഡല്ലൂർ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് മൈസൂർ റോഡിന് കയറി കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ സൈഡാക്കി കേട്ടോ. 6 മണി കഴിഞ്ഞു. അപ്പോൾ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളിൽ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇനി നേരെ അങ്ങ് ചവിട്ടി വിട്ടാൽ മതി. എന്തായാലും പോയി നോക്കാം കേട്ടോ. മൈസൂരേക്കൊരു 104-105 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലം കയറിയിരിക്കുന്ന മുതുമലൈ ടൈഗർ റിസർവിലേക്ക് കയറി കേട്ടോ. ആനിമൽസിനെ വല്ലതും സ്പോട്ട് ചെയ്യാന്ന് അറിയില്ല. എന്തായാലും നോക്കാം, സമയമുണ്ട്. ഇന്നത്തെ യാത്ര ഫുൾ അടിപൊളി ഫോറസ്റ്റ് ലൈൻ കേട്ടോ. നമ്മൾ 3 സംസ്ഥാനത്തിൽ കൂടിയുള്ള യാത്രയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നിലമ്പൂരിൽ നിന്നാണ്, കേരളത്തിൽ നിന്ന്. അത് കഴിഞ്ഞ് തമിഴ്നാട് വഴി ഇങ്ങനെ കയറി. അതിനിപ്പോൾ ഞാൻ പോകുന്ന മൈസൂരേക്കാണ്.
അപ്പോൾ കേരള, തമിഴ്നാട്, കർണാടക അങ്ങനെ 3 സംസ്ഥാനത്തിലെ കൂടിയാണ് കേട്ടോ ഒറ്റ യാത്ര. കാട്ടുപോത്തിന്റെ കൂട്ടങ്ങളുണ്ട് കേട്ടോ അവിടെ. ഒരുപാട് മാനുണ്ട് കേട്ടോ, മാനിന്റെ കൂട്ടം കാണാം. ആനേനെ കാണുന്നില്ല, മാനുണ്ട്. ലൈറ്റ് കുറവാണ്, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഫോണിൽ എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും അടിപൊളി. രാവിലെ തന്നെ നല്ല തണുപ്പെന്നെല്ലാം വെച്ചാൽ നല്ല തണുപ്പാണ്. ആനയുണ്ട് കേട്ടോ, അവിടെ 2 ആനയുണ്ട്. അതൊരാന നിൽക്കുന്നു, തൊട്ടപ്പുറത്ത് ഒരാനയും കൂടി ഉണ്ട്. കൊമ്പൻ, ഇവരും മറ്റേ മെരിക്കാൻ വേണ്ടി സെറ്റാക്കുന്നതാണ്. കൊമ്പ് നോക്കിയേ, മോനെ എന്താ സാധനല്ലേ. എന്താ പുള്ളിമാന്റെ കുറെ കൂട്ടം എടുത്തിട്ടുണ്ട് കേട്ടോ. മാനിത ഒരുവിധ ആനിമൽസിനെല്ലാം കണ്ടിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ റൂട്ടാട്ടോ ഇത്. അത്യാവശ്യം എപ്പോൾ വന്നാലും എന്തിനൊക്കെ സ്പോട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ തന്നെ ഇപ്പം എല്ലാം ആയി. ആനനെ കണ്ടു, പിന്നെ കാട്ടീനെ കണ്ടു, മാനെ കണ്ടു. മതി, നമുക്ക് ഇത്രയ്ക്ക് മതി. ഒരുപാട് മയിലുകളുണ്ട്. മയിൽ ഇതാ 2, 4, 6, 8, 10 എത്ര മയിലതാ റോട്ടുമ്പോൾ തന്നെ ഉണ്ട്. ദേശീയ പക്ഷി. എന്നാലും പേടിയില്ല കേട്ടോ. പിന്നെ ഗ്ലാസ് ഫുള്ള് കച്ചറയായി. ഇല്ല, കാട്ടിലെ ആ ഒരു ചെറിയൊരു നദിയുണ്ട്, നല്ല രസമാണ് കാണാൻ. പിന്നെ അതെല്ലാം ആനകൾ എന്തായാലും വരുന്നുണ്ടാവും, വെള്ളം കുടിക്കാനും കുളിക്കാനല്ലായിട്ട്. ആനയുണ്ട് കേട്ടോ അവിടെ. ഓപ്പോസിറ്റ് ഇതാ കാണുന്നുണ്ടോ, ഒരാന അവിടെ ഉണ്ട്, ഒരു കൊമ്പൻ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. അതിനെ കാണുമോ എന്നറിയില്ല. ഗ്യാപ്പിലേ കാണാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇവരെ വണ്ടിയിൽ ഒരു സവാരിയിലുണ്ട് കേട്ടോ, വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് പോവാവുന്നതാണ്. നമ്മളതിനൊന്നും നിൽക്കുന്നില്ല. നമ്മളെന്തായാലും നേരെ ആന അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നടന്ന് ക്ഷീണിച്ചിട്ടാണോന്ന് അറിയില്ല. ഒരാളവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, കാണുന്നുണ്ടോ നോക്കിയിട്ട്. ഒരാളത് ആളെ നിൽക്കുന്നത്. മാന്റെ കൂട്ടതാ, കുറേ മാനുണ്ട്. മാന് കുറേ കാണാം. ആന ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഊട്ടി പിടിക്കാം കേട്ടോ, മസനഗുഡി. നമ്മളെന്തായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് നേരെ പോകേണ്ടത് മൈസൂരാണ്. അപ്പം നമുക്ക് നേരെ മൈസൂർ പിടിക്കാം. ഫുള്ള് ബ്ലോക്കാണ്. എന്താ സംഭവം? ചെക്കിങ് ആണോ എന്താണോ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഫുള്ള് എല്ലാ വണ്ടിയും പര നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടിക്ക് മോഡിഫിക്കേഷൻ്റെ എല്ലാം ഫൈനെല്ലാം എവിടുന്നെല്ലാം കിട്ടുന്ന കണ്ടറിയാം. കുഴപ്പമില്ല, നോക്കാം. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കർണാടക ബോർഡർ എത്തി. അപ്പോൾ തമിഴ്നാട് കഴിഞ്ഞ് നമ്മൾ നേരെ കർണാടകയിലേക്ക് പ്രവേശിക്കും കേട്ടോ. പിന്നെ ഒരു 100 കിലോമീറ്റർ മൈസൂരേക്ക്. എനിക്ക് തോന്നുന്നു ബോർഡറിലെ ചെക്കിങ്ങിൻ്റെ ആണ് കുറച്ച് ബ്ലോക്ക് കാണുന്നത്. നമ്മളെ ഫോറസ്റ്റിൻ്റെ പാർട്ട് കഴിഞ്ഞിട്ടോ. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞു. എല്ലാവരും പിന്നെയും ക്യൂവിലായി. നേരത്തെ എന്ന് വെച്ചാൽ ഒരു മരം പൊട്ടി കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ബ്ലോക്ക് ഉണ്ടായതാട്ടോ. നല്ല തണുപ്പ്. ഇനി എൻട്രി ഫീ മറ്റേ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഫോറസ്റ്റുകാർ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയില്ല, നോക്കാം. ഇവിടുന്ന് നമ്മൾ അടുത്ത കാട്ടിലേക്ക് വരും. ബന്ദിപ്പൂർ ഇല്ലേ, ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റിലേക്കാണ് കയറട്ടോ. അപ്പം ബന്ദിപ്പൂരിൽ നിന്ന് നേരെ ഗുണ്ടൽപേട്ടിൽ നിന്ന് മൈസൂർ. ഫുള്ള് ഫോറസ്റ്റ് റൂട്ടാണ് ഈ റൂട്ട്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ റൂട്ടാണ്.
നല്ല അത്യാവശ്യം മൃഗങ്ങളെല്ലാം കുട്ടികളെ കൊണ്ടൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം മൃഗങ്ങളെല്ലാം കാണാൻ പറ്റും, അടിപൊളിയാണ്. നല്ല പോസ്റ്റായി, അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മൾ കഴിഞ്ഞാട്ടോ അടുത്ത ഫോറസ്റ്റിലേക്ക് കിടക്കുകയാണ്. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. ഇന്നിപ്പോൾ കർണാടക ചെക്ക് പോസ്റ്റ് ആണ്. എന്താ തമിഴ്നാടിൻ്റെ ലിമിറ്റ് എൻസ് ബോർഡുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കർണാടകയിൽ ഇനി എന്താ അവസ്ഥ എന്നറിയില്ല, നോക്കാം. വെൽക്കം ടു കർണാടക ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അവരെന്തൊക്കെ പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മയില് കണ്ടോ, മയില് കുറേ ഉണ്ട്, അവിടെ ഇടയിലും ഉണ്ട്. ബോർഡ് കാണാം കേട്ടോ, ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇതാണ് അതിന് എൻട്രൻസ്. 20 റുപ്യ ഒരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. നമുക്ക് ഫാസ്റ്റാഗ് ഉണ്ടായില്ല, അതുകൊണ്ട് ക്യാഷ് കൊടുത്തു. ക്യാഷ് ആയാലും എക്സ്ട്രാ പൈസ ഒന്നും ഇല്ല. എന്തായാലും അടിപൊളി. സൂര്യനെല്ലാം ഉദിച്ച് വരുന്നുണ്ട്. നല്ലൊരു പ്രഭാതം. ഓ ഫുള്ള് ആനേതാ, ആന ഫുള്ള് കാട്ടാനേതാ, രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. കാട്ടാനങ്ങൾ റോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ, രണ്ടെണ്ണം ഉണ്ട് കാട്ടാന. അടിപൊളി, നല്ലൊരു കറക്റ്റ് കിട്ടും. 3 എണ്ണം ഉണ്ട്. 3 എണ്ണമായി. ഇതാ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടോ? 1, 2. എല്ലാം പെണ്ണാണ് കേട്ടോ, ഒമ്പനൊന്നല്ല. എല്ലാവരും മയിലിന് തീറ്റെല്ലാം കൊടുക്കുന്നുണ്ട്. അവിടെ ഇഷ്ടംപോലെ മയിലുണ്ട് കേട്ടോ. മാൻകൂട്ടം ക്രോസ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് നായന മക്കള് നിർത്തി കൊടുക്കുന്ന പരിപാടിയില്ലേ, ഇങ്ങനത്തെ കുറെ നാളുകളുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ ഉണ്ട്, അടിപൊളി. ഇവിടുന്നാണ് കേട്ടോ നമ്മുടെ ടൈഗർ റിസർവിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റെല്ലാം എടുത്തിട്ട് വേണമെങ്കിൽ അവരെ വണ്ടിയിൽ നമുക്ക് യാത്ര പോസിബിളാണ്. മാൻകൂട്ട് ഇവിടെയൊക്കെ ഉണ്ട്. പറയാ മാൻ ഏറ്റവും കൂടുതൽ ഉള്ളത് മാനാന്ന് തോന്നുന്നു. ഇവനിങ്ങനെ ഇറങ്ങിയപ്പോൾ നല്ല രസമാണ്. നമ്മൾ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞേട്ടാ. ഇനി നേരെ മൈസൂർ പിടിക്കണം. നേരം വെളുത്തു, ഒരു ചായ കുടിച്ച് ഇവിടെ നേരെ വെച്ച് വിടും കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ഗുണ്ടൽപേട്ടിലേക്ക് കടന്നതാ. ഗുണ്ടൽപേട്ട്, വെൽക്കം ടു ഗുണ്ടൽപേട്ട്. ഗുണ്ടൽപേട്ട് എത്തി. ഗുണ്ടൽപേട്ട് എന്നതിന് നേരെ മൈസൂർ 68 കിലോമീറ്റർ നേരെ വെച്ച് വിടുന്ന. നമ്മളെ പോലെ ഒരു ഓവർലാൻഡിങ് വണ്ടി പോകുന്നുണ്ട് കേട്ടോ ഫ്രണ്ടില്. അത് സ്കോർപിയോ ആണ്, ഒരു ഫാമിലിയാണ്, തമിഴ്നാട് വണ്ടി. നല്ല രസമുണ്ട് പണിയെടുത്തത് കാണാൻ കേട്ടോ. ബാക്ക് ഓപ്പൺ ടൈപ്പ് ആക്കിയിട്ട്. അങ്ങനെ നമ്മൾ മൈസൂർ എത്തിയിരിക്കുകയാണ്. ഒരു നല്ലൊരു യാത്രയായിരുന്നു. ഫുള്ള് ഫോറസ്റ്റ് റൂട്ടിൽ കൂടി അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റൂട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം മൃഗങ്ങളെല്ലാം കണ്ടിട്ട് വരാൻ പറ്റിയൊരു നല്ല റൂട്ടാണ്.
ഇനി മൈസൂർ ഭാഗത്തെ കുറച്ച് കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.